മരിച്ചു എന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിൽ നടിയും മോഡലുമായ പൂനം പാണ്ഡെക്കെതിരെ ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. പൂനം പാണ്ഡെയുടെ നടപടി തരം താഴ്ന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് ശ്യാംലാൽ ഗുപ്ത പ്രതികരിച്ചു. പൂനം പാണ്ഡെക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ മുംബൈ പോലീസിനോട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, വളരെ വിചിത്രമായൊരു നടപടിയായി പോയി അവരുടേത്. പറയൂ വിശദാംശങ്ങൾ. SKN തീർച്ചയായും വളരെ വിചിത്രമായ ഒരു നടപടിയാണ് നടിയും മോഡലുമായ പൂനം പാണ്ഡെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2 ദിവസം മുമ്പാണ് പൂനം പാണ്ഡെ ഗർഭാശയ ക്യാൻസറിനെ തുടർന്ന് മരിച്ചു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നത്. ഈ വാർത്ത വന്നതിനെ തുടർന്ന് അനുശോചന സന്ദേശങ്ങൾ പ്രവചിച്ചിരുന്നു. ഇവരുടെ ബന്ധുക്കളെയും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും നിരവധി പേർ ഈ വാർത്തയിൽ ദുഃഖം രേഖപ്പെടുത്തി, കുടുംബാംഗങ്ങളെ അടക്കം ബന്ധപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം പൂനം പാണ്ഡെയുടെ ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തന്നെയാണ് ഇതിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയത്. ജനുവരി 29 അവസാനമായി പൂനം പാണ്ഡെയെ കണ്ടപ്പോൾ പോലും അവർ ആരോഗ്യവതിയായിരുന്നു എന്നും അസുഖത്തെക്കുറിച്ച് ഇതുവരെയും തങ്ങളോട് യാതൊരു കാര്യവും പങ്കുവച്ചിട്ടില്ല എന്നും ഇതിൽ ദുരൂഹതയുണ്ട്. പ്രത്യേകിച്ച് പൂനം പാണ്ഡെയുടെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നതടക്കമുള്ള സംശയങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ പൂനം പാണ്ഡെ തന്നെ ഇത് ഒരു വ്യാജ വാർത്തയായിരുന്നു എന്നും ഗർഭാശയ ക്യാൻസറിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തൻ്റെ ഒരു ശ്രമമായിരുന്നു ഇതിന് പിന്നിൽ എന്നുമാണ് ഉള്ള വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഈ സംഭവത്തിലാണ് കടുത്ത പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ, പ്രത്യേകിച്ചും ഈ ഓൾ ഇന്ത്യൻ സിനി വർക്കേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. കടുത്ത പ്രതികരണമാണ് ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പൂനം പാണ്ഡെക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് മുംബൈ പോലീസ് കമ്മീഷണറോട് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടി തരം താഴ്ന്നത് എന്നാണ് അസോസിയേഷന്റെ പ്രസിഡന്റ് സുരേഷ് ശ്യാംലാൽ ഗുപ്ത പ്രതികരിച്ചിരിക്കുന്നത്. വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അവബോധത്തിന് വേണ്ടിയാണെങ്കിൽ മറ്റൊട്ടേറെ വഴികൾ ഉണ്ടായിരുന്നുവെന്നും ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് എന്നുമാണ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. SKN. ബൽറാം നെടുങ്ങാടി.